അപ്പോൾ ഇത് മതപരമായ ഒരു കടമയാണ്. നിയമം അത് അനുവദിക്കുകയും ചെയ്യുന്നു. പ്രബോധനം എന്നത് നിയമം അനുവദിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഈ മതസ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരിലേക്കായി നമുക്ക് കടന്നു ചെല്ലാം. ആദ്യമായി സയ്യിദ് ഇബ്നു ജോർജ്. ജോർജിന്റെ മകൻ സയ്യിദ്. ജോർജിന്റെ മകൻ എങ്ങനെ സയ്യിദായി? അസ്സലാമു അലൈക്കും. ഞാൻ മൂവാറ്റുപുഴ അടുത്തുള്ള സ്ഥലത്താണ് എൻ്റെ മാതാപിതാക്കൾ. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയി. ബാംഗ്ലൂർ ഹയർ എഡ്യൂക്കേഷന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബൈബിൾ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. അവിടെ ഞാനൊരു ബാച്ചിലറായിരുന്നപ്പോൾ എനിക്കിങ്ങനെ പല സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ഈ സ്വപ്നങ്ങൾ കണ്ട് ഞാൻ പേടിക്കുകയും അപ്പോൾ എനിക്കൊരു സ്പിരിച്വൽ ടച്ച് വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ബൈബിളെടുത്ത് പിന്നെയും വായിക്കാൻ തുടങ്ങി. അപ്പോൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ആ പ്രായത്തിലാണ് ഞാൻ ശരിക്കും ഈ ദൈവികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ യേശു എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു ചോദ്യം എന്നെ വളരെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പള്ളിയിൽ പോയി അച്ഛനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഫാദർ ഇങ്ങനെ യേശു പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? പ്രാർത്ഥിക്കുന്ന ഒരാളോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, അത് ചോദിക്കാൻ പാടില്ല. ഞങ്ങൾ പറയുന്ന കാര്യം നീ അതുപോലെ വിശ്വസിക്കണം, അതിനപ്പുറത്തോട്ട് നീ ചോദിക്കാൻ പാടില്ല, തെറ്റാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റിലോട്ട് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വായിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഏകദൈവ വിശ്വാസമാണ്. അല്ല, ന്യൂ ടെസ്റ്റ്മെന്റിൽ വളരെ ഒരു ഫാദർ, സൺ, ഹോളി സ്പിരിറ്റ്, ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലുള്ള ഫെയ്ത്താണ് അവിടെയുള്ളത്. അപ്പോൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഈസ, അതായത് നിങ്ങളുടെ ജീസസ് ഞങ്ങളുടെ ഖുറാനിലുണ്ട്, നിങ്ങളുടെ എബ്രഹാം പ്രവാചകന് ഞങ്ങളുടെ ഖുറാനിലുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഇസ്ലാമും ക്രിസ്തുമതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നുള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നു മുസ്ലിങ്ങളുടെ ദൈവം ചന്ദ്രനാണെന്നും എല്ലാ പള്ളിയുടെ മുകളിൽ ചന്ദ്രനും എല്ലാ അഡ്വർടൈസ്മെന്റിലും ചന്ദ്രനും സ്റ്റാറും ഒക്കെയാണ് കാണുന്നത്, പിന്നെ പച്ച കളറും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരുടെ മതം അതായിരിക്കും. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എത്രയധികം സാമ്യത ഉണ്ടെന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ ഒന്ന് നിങ്ങളുടെ കൂടെ പള്ളിയിൽ വരാൻ ആഗ്രഹിക്കുന്നു, വരാമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വരൂ, ഞാൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ഒരു ദിവസം കൊണ്ടുപോയി. അപ്പം ആ പള്ളിയിലിരുന്നൊരു ഖുറാൻ, പുറത്തിരുന്നൊരു ഖുറാൻ ഞാൻ എടുത്ത് വായിക്കുകയും അതിൻ്റെ ആളത്ത് ഈ യേശു പറഞ്ഞ കാര്യങ്ങൾ, ചാപ്റ്റർ 19 വേഴ്സ് 30, ചാപ്റ്റർ 5:116, അതൊക്കെ കൃത്യമായിട്ട് യേശു പറയുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്താണ് യേശു അന്ന് എന്താണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന കാര്യം എൻ്റെ പള്ളിയിലെ അച്ഛൻ പറയാത്ത കാര്യത്തിൻ്റെ ഉത്തരം എനിക്ക് ഖുറാനാണ് തന്നത്. അപ്പോൾ എന്നെ ശരിക്കും പറഞ്ഞാൽ ബൈബിളാണ് ഇസ്ലാം മതത്തിലോട്ട് കൊണ്ടുവന്നതെന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അമിറ്റി പീസ് ഫൗണ്ടേഷൻ എന്ന ഒരു സ്ഥാപനത്തിന്റെ തുടക്കക്കാരനാണ് നിങ്ങൾ. ഈ അമിറ്റി പീസ് ഫൗണ്ടേഷനിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ മുസ്ലിമായി നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, ഉംറ ചെയ്തു, അങ്ങനെ പല കാര്യങ്ങളും മുസ്ലിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്തു. പക്ഷെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ അള്ളാഹ് എന്തുകൊണ്ടായിരിക്കും എന്നെ ഈ അമുസ്ലിം സമുദായത്തിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്ത് ഈ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതിന് കാരണം എന്തായിരിക്കും? ഞാൻ എന്തുകൊണ്ട് മറ്റു മുസ്ലിങ്ങൾ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ അതാണോ എനിക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതെന്ന് എനിക്ക് പലപ്പോഴും ചോദ്യം ഉണ്ടായിട്ടുണ്ട് മനസ്സിൽ. അപ്പോൾ എനിക്ക് കിട്ടിയ സൗഭാഗ്യം ഞാൻ മറ്റുള്ളവരിലോട്ട് സ്നേഹത്തോടെ പറയുക എന്നുള്ളത് ഒരു ബാധ്യത എനിക്ക് ഉള്ളിൽ തോന്നി. അപ്പോൾ ഞാൻ ഒരു അമിറ്റി പീസ് ഫൗണ്ടേഷൻ എന്നുള്ള ഒരു ട്രസ്റ്റ് ഫോം ചെയ്യും. അതിൽ നമ്മൾ ഫ്രീ ഖുറാൻ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ ബാംഗ്ലൂരിലെ മെയിൻ സ്ട്രീറ്റുകൾ, MG റോഡ്, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, അങ്ങനെയുള്ള മെയിൻ സ്ട്രീറ്റിൽ നിന്നിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും. പിന്നെ റംസാൻ മാസത്തിൽ മുഴുവനും 4 മണി തൊട്ട് രാത്രി 12 മണി വരെ നമ്മൾ സ്റ്റോൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ അവിടെ ഒരു ഫുഡ് കോർട്ടാണ്, അതായത് മുഴുവൻ ഒരു 100-300 ഫുഡ് സ്റ്റോൾസ് ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം 8,000 ആൾക്കാർക്കാണ് അവിടെ 8,000 ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആരെയും അങ്ങോട്ട് പറയാറില്ല, നമ്മൾ ആരോടും നിങ്ങൾ ഖുറാൻ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാറില്ല. നമ്മളോട് ഫ്രീ ഖുറാൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടാണ് കൂട്ടമായിട്ട് വന്നിട്ട് എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം കൊടുക്കുന്ന 300, 350, 400 അവർ സമയത്തെ ആവശ്യപ്പെടുന്നു. നമ്മൾ അങ്ങോട്ട് പോയി ചോദിച്ചിട്ടില്ല. അവർ പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ബുക്ക് ഞങ്ങൾക്ക് കയ്യിൽ കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല, നന്ദി പറയേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിയില്ല, കാരണം ഇത്ര മഹത്തായ ഒരു വേദഗ്രന്ഥം ഞങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇത് ഞങ്ങൾ വിചാരിച്ചത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു
വേദഗ്രന്ഥമാണെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നതെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഖുർആന്റെ തർജ്ജമ എടുത്തിട്ട് ഇങ്ങനെ ഉമ്മ വെച്ചിട്ട് അത്ര ഇവന് ചെരുപ്പൊക്കെ ഊരി നിന്നിട്ട് അത്ര ഭവ്യതയോടെയാണ് അവരെടുത്തുകൊണ്ട് പോവുകയും അവരത് ഞങ്ങൾ വായിക്കുകയും ഞങ്ങളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നും കൂടെ പറയുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് അള്ളാഹുവിന്റെ ആ ഒരു റെക്കഗ്നൈസേഷൻ തന്നെ വലിയൊരു കാര്യമാണ്. കാരണം അവർ നമ്മളെ അപ്രോച്ച് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇതിന്റെയൊക്കെ ഒരു മോട്ടിവേഷൻ എന്താണ് യഥാർത്ഥത്തിൽ? അതായത് താങ്കൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു, ഖുർആൻ, വിശുദ്ധ ഖുർആൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു, ഇസ്ലാമിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു, അതിനുവേണ്ടി നിങ്ങളുടെ ശരീരവും സമയവും എല്ലാം ചെലവഴിക്കുന്നു. എന്താണ് ഇതിന്റെയൊക്കെ ഒരു മോട്ടിവേഷൻ? എന്താണ് നിങ്ങളെ ഇതിനൊക്കെ പ്രചോദിപ്പിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, സത്യസന്ധനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ ഈ ഭൂമിയിലോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചതും ഈ ഒരു പരിശുദ്ധ വേദഗ്രന്ഥം യാതൊരു മാറ്റവും കൂടാതെ നിന്ന് നിലനിർത്തിയതും ഈ പരിശുദ്ധ പ്രവാചകന്റെ അനുയായി ആവുക എന്നുള്ള ആ ഒരു മഹത്തായ ഒരു അംഗീകാരം എന്നിൽ ഉണ്ടെന്നുള്ളത് എന്നെ തന്നെ ഓർമ്മപ്പെടുത്തുക. അതായത് ഞാൻ ഈ മതത്തിന്റെ ആളാണ്, ഈ മതം എനിക്ക് കിട്ടിയ സൗഭാഗ്യം മറ്റുള്ളവർക്ക് കൂടി എത്തിക്കണം. കാരണം പരിശുദ്ധ ഇസ്ലാം ആരെയും നിർബന്ധിക്കുന്നില്ല ഇസ്ലാം സ്വീകരിക്കണം. പക്ഷെ നമ്മളത് പറയുക എന്നുള്ളത് നമ്മുടെ ഒരു ചുമതലയാണ്. സപ്പോസ് ഒരാൾ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തോട് പറയും ഹെൽമെറ്റ് ഇട്ടിട്ട് പോകുമ്പോൾ പോലീസ് ചെക്കിംഗ് ഉണ്ടെന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഖിയാമത്ത് നാളിൽ നമ്മുടെ സർവ്വശക്തനായ തമ്പുരാന്റെ ഒരു ചെക്കിംഗ് ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ അതുപോലെ പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ നമ്മൾ അതിൽ പറയുന്ന നരകവും ആ ശിക്ഷയും ഒക്കെ നമുക്ക് ഒരിക്കലും ഇത് ഒളിച്ചു വെക്കാൻ കഴിയില്ല. കാരണം നമ്മൾ എല്ലാ മനുഷ്യരെയും നമ്മൾ ഒരുപോലെ സ്നേഹിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാ മനുഷ്യരും സൃഷ്ടിച്ച അള്ളാഹുവാണെന്നാണ്. അപ്പോൾ ഒരു മനുഷ്യനെ ഒരു അമുസ്ലിമായ ഒരാളെ നരകത്തിൽ കാണുക എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അപ്പോൾ ആ അദ്ദേഹത്തോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു കടമയാണ് പറയുക എന്നുള്ളത്. മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തിൽ നരകവും സ്വർഗവുമുണ്ട്, അതിൽ നരകത്തിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടണം. ഇതാണ് താങ്കളുടെ അതിനുള്ള മോട്ടീവ്. യെസ്, അത് തന്നെയാണ്. കാരണം ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ ഒരു ചെറിയ ഒരു ഗ്യാസ് സ്റ്റൗവിൽ ഒന്ന് തൊട്ടാൽ പോലും എന്റെ ഹൃദയം, ഒരു മുസ്ലിം സുഹൃത്തിനെ ഒരു പറ്റിയാൽ പോലും എനിക്ക് വേദന ഉണ്ടാവും. കാരണം അദ്ദേഹത്തെ സൃഷ്ടിച്ച തമ്പുരാനും എന്നെ സൃഷ്ടിച്ച തമ്പുരാനും ഒരേ ദൈവമാണ്. അപ്പോൾ ആ ഒരു ചിന്ത അവർ നരകത്തിൽ പോവുമല്ലോ, അറിയാത്ത ആൾക്കാരൊക്കെ പോവുമല്ലോ എന്ന് ഓർമ്മ നമുക്ക് മനസ്സിന്റെ ഉള്ളിലൊരു വേദനയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഇസ്ലാം മതത്തിൽ ആളെ കൂട്ടാനോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലോട്ട് നമ്മൾ ഇവിടെ ഒരു ഉദ്ദേശത്തോടു കൂടി അല്ല ചെയ്യുന്നത്. നമ്മളുടെ മഹത്തായ സന്ദേശം, കാരണം മക്കയിലും മദീനയിലും ഇറങ്ങിയ പരിശുദ്ധ ഖുർആൻ ഈ ലോകമെമ്പാടും എന്തുകൊണ്ട് പ്രചരിച്ചു എന്ന് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. അത് അങ്ങനെ ആയിരുന്നെങ്കിൽ, അത് മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥം മാത്രമായിരുന്നെങ്കിൽ ആ മക്കയിലും മദീനയിലും മാത്രമേ ആ വേദഗ്രന്ഥം നിലനിൽക്കുമായിരുന്നുള്ളൂ. വ്യക്തമാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അതായത് നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം നിങ്ങളുടെ കുടുംബങ്ങളുമായുള്ള ബന്ധം എന്താണ്? നിങ്ങളുടെ കുടുംബവുമായുള്ള ബന്ധം എങ്ങനെയാണ്? ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം എന്റെ കുടുംബം മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നോ? എങ്ങനെയാണ്? ഇല്ല, എന്റെ കുടുംബം ഇസ്ലാം മതത്തിൽ ആരും സ്വീകരിച്ചിട്ടില്ല. അവരുടെ ബന്ധം അതേ പഴയ രീതിയിലുള്ള ബന്ധമാണ്. ഒരുപക്ഷെ എന്റെ പിതാവിന് എന്നോട് ഏറ്റവും കൂടുതൽ ബഹുമാനമാണെന്ന്. എന്റെ പിതാവ് അസുഖമായി കഴിഞ്ഞ് അസുഖപ്പെട്ട് ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ 15 ദിവസം എന്റെ പിതാവിന്റെ കൂടെ നിന്നത് ഞാനാണ്. കാരണം എന്റെ സഹോദരന്മാർ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്. അദ്ദേഹം ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നു കഴിഞ്ഞപ്പോൾ ഞാനും എന്റെ ഭാര്യയുമാണ്. എന്റെ ഭാര്യ ഞാൻ ജനിച്ച മുസ്ലിമാണ്. എന്റെ ഭാര്യയും കൂടെ വന്നിട്ടാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് 15 ദിവസം അദ്ദേഹത്തിനോട് നിന്ന് കോലഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹത്തെ നോക്കുകയും അത് കഴിഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, എനിക്ക് 3 മക്കളുണ്ടെങ്കിലും എന്റെ ഏറ്റവും നല്ല എന്റെ മതം, പരമ്പരാഗത മതം വിട്ടെങ്കിലും നീയാണ് എന്റെ ഏറ്റവും പ്രിയപുത്രൻ എന്നോട് പറയുകയുണ്ടായിരുന്നു. മിസ്റ്റർ മുഹമ്മദ് ഈസ, സയ്യിദ് ഇബ്നു ജോർജിനെ പോലെ തന്നെ താങ്കളും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഇന്ന് പ്രബോധനത്തിൽ വളരെ സജീവമായിരിക്കുകയും ചെയ്തിരിക്കുകയാണല്ലോ. യഥാർത്ഥത്തിൽ ക്രൈസ്തവ മതത്തിലെ പെന്തക്കോസ്ത് വിഭാഗത്തിലായിരുന്നു താങ്കൾ, അല്ലേ? ഓക്കെ. പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുവാനുള്ള അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുവാൻ താങ്കളെ ആകർഷിച്ചത് എന്താണ്? ഇസ്ലാമിന്റെ എന്ത് ഘടകമാണ് താങ്കളെ ആകർഷിച്ചത്? ഏറ്റവും പ്രധാനവും ഏറ്റവും നിർണായകവുമായ കാര്യം, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ സകല പ്രവാചകന്മാരും ലോകത്ത് പ്രബോധനം ചെയ്തത് ഒരു ഏകദൈവ വിശ്വാസമാണ്. അഥവാ ആകാശഭൂമികളെ മുഴുവൻ മനുഷ്യരെ സൃഷ്ടിച്ച ദൈവം ഏകനാണ് എന്നുള്ള വിശ്വാസമാണ്. എന്ന് മാത്രമല്ല, ആ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു വിശ്വാസത്തിലേക്ക് ഒരാൾ പോയാൽ ലോകത്തിലുള്ള ഒരു മനുഷ്യൻ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു തിന്മയായിട്ടാണ് പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളായി ഈ പൂർവ്വവേദമായ ഈ ബൈബിളിൽ കാണപ്പെടുന്നത്.
എന്നാൽ നമ്മൾ ക്രൈസ്തവ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരു ഏകദൈവ വിശ്വാസമല്ല പറയുന്നത്. ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് അറിയുന്നവർക്കറിയാം, ഒരു ഏക ദൈവ വിശ്വാസം എന്നൊരു വിശ്വാസമാണുള്ളത്. ഏക ദൈവ വിശ്വാസത്തെ കുറിച്ചിട്ട് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ, സാധാരണ അവരുടെ സ്കോളേഴ്സിനോട് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു നിർവചനമുണ്ട്. ആളത്വം 3 ആണെങ്കിലും സാരാംശത്തിൽ 1 എന്നാണ് പറയുക, ഒരു നിർവചനം എന്നുള്ള നിലയിൽ പറയുക. അപ്പൊ ഇത് കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ധരിക്കുക 3 ഉണ്ടെങ്കിൽ 1 എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും 3 എന്തോ ഉണ്ട്, പക്ഷെ ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ളൊരു സങ്കല്പമാണ് സാധാരണക്കാർക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ക്രൈസ്തവർ പറയും ഞങ്ങൾ ഏക ദൈവ വിശ്വാസികളാണ്. എന്നാൽ വാസ്തവത്തിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണ് ഇവർ പറയുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ, അവർ പറയുന്നത് അനാദികാലത്തിൽ ഒരു ദൈവത്തിന് ഒരു മകനുണ്ടായി, ആ മകനും പൂർണ്ണമായ ദൈവമാണ്. അപ്പോൾ ഒരു ദൈവം ഉണ്ട് ഓൾറെഡി, ആ ദൈവത്തിന് അനാദികാലത്തിൽ ഒരു മകനുണ്ടായി. രണ്ടാമത് പറയുന്നു, മകൻ അങ്ങനെ ജനിച്ചുവെങ്കിലും പിതാവിനെക്കാട്ടിൽ പ്രായക്കുറവില്ല മകന്. കാരണം എന്താ? ദൈവമായിരിക്കണമെങ്കിൽ നിത്യത വേണം, എന്നും ഉണ്ടായിരിക്കണം. ഇങ്ങനെ തുടങ്ങി ഒരു ദൈവമല്ല, തികച്ചും 2 ദൈവം മിനിമം ഉണ്ട് എന്നുള്ള ഒരവസ്ഥയിലേക്ക് വരുന്നു, വളരെ കൃത്യമായിട്ട്. അങ്ങനെ ആ ഒരു ദൈവം ജനിച്ചു. സാധാരണ മനുഷ്യരങ്ങനെ പറയാറില്ല. ഒരു സെമിറ്റിക് മതത്തിന്റെ അഥവാ പ്രവാചകന്മാരുടെ, നേരത്തെ ഉണ്ടായിരുന്ന യഹൂദ സമൂഹത്തിന്റെ, അതായത് മുൻകാല പ്രവാചകന്മാരൊക്കെ വന്ന യഹൂദ സമൂഹത്തിനോട് നമ്മൾ ചോദിക്കുകയാണ് ദൈവം ജനിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. അതായത് മുസ്ലിം സമൂഹം പറയുന്നത് പോലെ തന്നെ, ഇസ്ലാമിക വിശ്വാസം പറയുന്നത് പോലെ തന്നെ അവർ പറയും ഇല്ല, ജനിച്ചവനല്ല ദൈവം. എന്നാൽ അതിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹം ഒരു ദൈവം ജനിപ്പിക്കുന്നു, ഒരു ദൈവം ജനിക്കുന്നു, മറ്റൊരു ദൈവം ഇവർ 2 പേരിൽ നിന്നും പുറപ്പെടുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ് കൊണ്ടുവരുന്നത്. നമ്മൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇവർ പറയുന്ന ഇത് 3ഉം 1 എന്ന് പറയുന്നത് 3 ദൈവം 1 പറഞ്ഞത്. ഇവരുടെ ക്വാളിറ്റി, സിഫത്ത് അല്ലെങ്കിൽ സിഫാത്ത് 1 മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി ക്രൈസ്തവ മതത്തിൽ ഏകദൈവാരാധനയല്ല. എന്നാലും ചോദ്യം ബാക്കി നിൽക്കുന്നു.